അപേക്ഷ വെച്ച് പ്രസിഡന്റ് പറഞ്ഞു, സെക്രട്ടറി അങ്ങനെ പറഞ്ഞെന്ന് പ്രസിഡന്റ് പറഞ്ഞു. നിങ്ങൾക്ക് തരാൻ അതുകൊണ്ട് ഇവിടുന്ന് തരാൻ ഒരു അർഹതയില്ല, ആനുകൂല്യം ഒന്നും തരികയായിരുന്നു പ്രസിഡന്റ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അപേക്ഷ വെച്ചത്. അതിനുള്ള ഫണ്ട് നിങ്ങൾക്ക് തരാനുള്ള ഫണ്ടില്ല. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്നാൽ നിങ്ങൾ പിന്നെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ബസ് സ്റ്റാൻഡും പിന്നെ അതുപോലെ എല്ലാ ഭാഗങ്ങളും സ്റ്റാൻഡ് തൊട്ട് ടൗണിന്റെ എല്ലാ ഭാഗങ്ങളും ഒരു മൂല പോലും വിടാണ്ട് നിങ്ങൾ. എല്ലാവർക്കും നമ്മുടെ എരുമേലി ന്യൂസിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് എരുമേലി DTPCയിലാണ്. ഇവിടെ ജോലി ചെയ്യുന്ന അമ്മമാർ അതുപോലെ ചേച്ചിമാർ ഇവർ 5 പേരുണ്ട്. ഇവർക്ക് 5 മാസമായിട്ട് സാലറിയും കാര്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അപ്പം അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്കൊക്കെ ഓണം എടുത്ത് പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴും ഇവർക്ക് ശമ്പളവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവരുടെ ഓണമൊക്കെ അവതാളത്തിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവരുടെ ഈ 5 മാസമായിട്ട് അവർക്ക് ടൂറിസം വകുപ്പാണ് അവർക്ക് സാലറി കൊടുക്കേണ്ടത്. പക്ഷേ എന്നാൽ ഇവർ ടൂറിസം വകുപ്പിലും ഈ KTDCയിൽ മാത്രമല്ല എരുമേലി പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ക്ലീനിങ്, ബസ് സ്റ്റാൻഡ് അടക്കമുള്ള ഭാഗങ്ങളിലെ ക്ലീനിങ് ഇവരാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ശുചീകരണ തൊഴിലാളികളായ അമ്മമാരോടും ചേച്ചിമാരോടും നമുക്ക് അഭിപ്രായങ്ങൾ ചോദിച്ചറിയാം. DTPCയിലെ കുടുംബശ്രീയുടെ കീഴിൽ DTPC ജോലി ചെയ്യുന്നവരാണ്. ഞങ്ങൾക്കിപ്പോൾ 5 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ ഈ ഓണം അടുത്തപ്പോഴത്തേനും ഞങ്ങൾ ഇതിങ്ങനെ നിരന്തരം അപേക്ഷകളെല്ലാം പഞ്ചായത്തിലും കൊടുത്തു, വേറെ വകുപ്പിലൊക്കെ കൊടുത്തിട്ടും ഒരു മറുപടി ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ എന്നാൽ ഇതുപോലെ പല ചാനലുകാരും ഞങ്ങളോട് വന്ന് ആവശ്യപ്പെട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുവാ, ഓരോരുത്തരും ചാനലിൽ വാർത്തകൾ കണ്ടുകൊണ്ട് ഞങ്ങളെ സമീപിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങളിപ്പം ഈ വാർത്ത വീണ്ടും പറയുന്നത്. ഇപ്പം ഞങ്ങൾ DTPCയുടെ കെട്ടിടത്തിൻ്റെ കെട്ടിടവും എല്ലാം ശുചീകരണം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പല ഭാഗത്തും വൃത്തിയാക്കുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലാണെങ്കിൽ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെ റോഡ്, അമ്പലം, കൊച്ചമ്പലം തൊട്ട് വെല്ലിയമ്പലം വരെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു 3 ദിവസത്തേന് ഞങ്ങളൊന്ന് പണി നിർത്തിവെച്ചു. ഈ ഓണം സമയമായിട്ട് പോലും ദിവസങ്ങൾ അടുത്ത് വന്നിട്ട് പോലും ഞങ്ങൾക്ക് ശമ്പളത്തിൻ്റെ കാര്യം ഒരു വിവരവും ഇല്ല. ആ സ്ഥിതിക്കാണ് ഞങ്ങൾ ഇപ്പം ഈ വാർത്തയായിട്ട് എല്ലായിടത്തും അറിയിച്ചത്. ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 22 വർഷത്തോളമായിട്ട് പോലും ഞങ്ങളെ ഈ വർഷം മാനസികമായി ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചൊരു വർഷമാണ് ഇന്ന്. ഈ നല്ലൊരു ഓണം ആയിക്കൊണ്ട് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ശമ്പളത്തിൻ്റെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. ഞങ്ങൾ സ്നേഹം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. മാനസിക ബുദ്ധിമുട്ടുകളുണ്ട്. പഞ്ചായത്തിന് യാതൊരു പരിഗണനയില്ല. ഞങ്ങൾ സ്റ്റാൻഡ് തൊട്ട് പഞ്ചായത്തിൻ്റെ ഫ്രണ്ട് വരെ, അമ്പലത്തിൻ്റെ അവിടം വരെ ഞങ്ങൾ നേരം വെളുത്ത് 4:30 വരെ ഞങ്ങൾ ജോലി ചെയ്തിട്ട് പോലും നിങ്ങൾ വല്ലതും കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ എങ്ങനെയാണെന്ന് പോലും അന്വേഷിക്കാൻ അവർക്കൊരു മനസ്സില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. അതല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു മാർഗമില്ല. പിന്നെ ഞങ്ങൾ വേറൊരു കാര്യം അറിഞ്ഞു, അതിപ്പം ഞങ്ങൾ പറയുന്നില്ല, പിന്നീട് പറയാം. ഞങ്ങളെ വിടുക എന്നിങ്ങനെ ഒരു ചെറിയൊരു തീരുമാനം കിട്ടി. പക്ഷെ ഞങ്ങൾ മരിച്ചാലും മാറിപ്പോകുന്നു. DTPCയിൽ പോവുകയില്ല. പഞ്ചായത്ത് കഴിഞ്ഞാലും നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മാനസിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ സങ്കടങ്ങളും വിഷമങ്ങളും നിങ്ങൾ അറിയണം. സാറിനോട് ഞങ്ങളൊരു ആവശ്യം പറയുവാണ്. തീർത്ഥാടന കേന്ദ്രമായ എരുമേലി സാറിന് സുപരിചിതമാണല്ലോ. എങ്കിലും സാറ് വന്ന് ഞങ്ങളെ കണ്ട് ഞങ്ങളുടെ ക്ഷേമങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളും ചെയ്യണം. ശമ്പളം കൂട്ടി തരികയും വേണം. ഞങ്ങൾക്ക് ഇനിയും പെൻഡിങ് വരാതെ ശമ്പളം കിട്ടത്തക്ക വിധത്തിലൊരു ഉറച്ചൊരു തീരുമാനവും ഒരു നടപടിയും സാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി ഞങ്ങളെ സഹായിക്കണം.